നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 16. വ്യാസൻ പറയുകയാണ്, വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു. അങ്ങനെ വിഷ്ണുവിൽ നിന്ന് തന്നെ ഭാഗവതം ശരിയായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ബ്രഹ്മാവത് നാരദന് ഉപദേശിച്ചു. ദേവി അരുളി ചെയ്ത ശ്ലോകാർത്ഥത്തിൻ്റെ വിസ്തൃതമായ രൂപമാണ് ഭാഗവതം. വേദതുല്യമായ ആ പുരാണം അവിടുന്ന് പഠിക്കണമെന്ന് വേദവ്യാസൻ ഉപദേശിക്കുന്നു. പുരാണങ്ങളിൽ വെച്ച് അത്യുത്തമമായിട്ടുള്ളതാണ് ഭാഗവതം. വൃത്രാസുരൻ്റെ വധം ഉൾപ്പെടെ പല കഥകളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങ് യോഗ്യനും ബുദ്ധിമാനുമായതുകൊണ്ട് അത് പഠിക്കുവാൻ സർവാത്മന യോഗ്യനാണ് എന്നൊക്കെ ബ്രഹ്മാവിന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. 18,000 ശ്ലോകങ്ങളും നന്നായി പഠിക്കണമെന്നും ഉപദേശിക്കുന്നു. അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. സൂത ഉവാച. ശ്ലോകം 39. ഇത്യുക്തം തേന പുത്രായ മഹ്യം ച കഥിതം കില മയാ ഗൃഹീതം തൽസർവം പുരാണാചാതിവിസ്തരം. ഇങ്ങനെ പുത്രനായ ശുകനെയും എന്നെയും ആ പുരാണ കഥ പറഞ്ഞ് കേൾപ്പിച്ചു. വിസ്തൃതമായ ആ പുരാണമാകെ ഞാൻ പഠിക്കുകയും ചെയ്തു. ശ്ലോകം 40. ശുകോധീത്യ പുരാണം തു സ്ഥിതോ വ്യാസാശ്രമേ ശുഭേ നലേഭേ ശർമ്മധർമാത്മാ ബ്രഹ്മാത്മജ ഇവാപരഃ. പുരാണം പഠിച്ച ശേഷം ശുകൻ മറ്റൊരു വസിഷ്ഠനെ പോലെ ശുഭപ്രദമായി വ്യാസാശ്രമത്തിൽ കഴിഞ്ഞു. കർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തതിനാൽ ധർമാത്മാവായ അദ്ദേഹത്തിന് സുഖം ലഭിച്ചില്ല. ശ്ലോകം 41. ഏകാന്തസേവീ വികല സശൂന്യ ഇവ ലക്ഷ്യതേ നാത്യന്തഭോജനാസക്തോ നോപവാസരതസ്തഥാ. ഒറ്റയ്ക്ക് ഒരിടത്ത് ചെന്നിരിക്കും. എന്തോ കുറവുള്ളവനെ പോലെയും മനസ്സൊന്നിലും ഉറയ്ക്കാത്തവനെ പോലെയും അദ്ദേഹം കാണപ്പെട്ടു. നന്നായി ഭക്ഷിക്കുന്നതിലോ അതുപോലെ തന്നെ ഒന്നും ഭക്ഷിക്കാതിരിക്കുന്നതിലോ ആസക്തിയില്ലെന്നായി. ശ്ലോകം 42. ചിന്താവിഷ്ടം ശുകം ദൃഷ്ട്വാ വ്യാസപ്രാകശുഖം പ്രതി കിം പുത്ര ചിന്ത്യതേ നിത്യം കസ്മാദ്വ്യഗ്രോസി മാനദഃ. ശുകൻ ചിന്താവിഷ്ടനായി ഇരിക്കുന്നത് കണ്ടിട്ട് വ്യാസൻ അദ്ദേഹത്തോട് ചോദിച്ചു, മകനെ, നിനക്കെന്താണ് എപ്പോഴും ഒരു ചിന്ത? എന്തുകൊണ്ടാണ് ഇത്ര വ്യാകുലനായി ഇരിക്കുന്നത്? ശ്ലോകം 43. ആസേ ധ്യാനപരോ നിത്യം ഗുണഗ്രസ്ത ഇവാധനഃ കാ ചിന്താവർത്തതേ പുത്ര മയി താതേതു ദിഷ്ടതി. കടം കൊണ്ട് മൂടിയ ദരിദ്രനെ പോലെ സദാ ഓരോന്നോരോന്നായി ഓർത്തിരിക്കുകയാണല്ലോ. മകനെ, അച്ഛനായ ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ എന്തിനിങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നു? ശ്ലോകം 44. സുഖം ഭുങ്ക്ഷ്വ യഥാകാമം മുഞ്ച ശോകം മനോഗതം ജ്ഞാനം ചിന്തയ ശാസ്ത്രോക്തം വിജ്ഞാനേ ച മതിം കുരു. ആഗ്രഹത്തിനൊത്ത സുഖങ്ങൾ അനുഭവിക്കുക, മനസ്സിലുള്ള ദുഃഖം വെടിയുക, ശാസ്ത്രം പറയുന്ന ജ്ഞാനത്തെപ്പറ്റി ആലോചിക്കുക, വിജ്ഞാനത്തിൽ മനസ്സിനെ നിർത്തുക. ശാസ്ത്ര പഠനം കൊണ്ട് തത്വജ്ഞാനം നേടിയിട്ട് അതിനെ തത്വാനുഭൂതിയാക്കി ആത്മാനുഭൂതിയാക്കി തീർക്കുക എന്ന് അർത്ഥം.
ശ്ലോകം 45. ന ചേന്മനസി ദേശാന്തിർ വചസാ മമ സുവ്രത ഗച്ഛത്വം മിഥിലാം പുത്ര പാലിതാം ജനകേനഃ. ഹേ സുവ്രത, ഞാൻ പറഞ്ഞതുകൊണ്ട് നിന്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല എങ്കിൽ മകനെ, ജനകരാജാവ് വാഴുന്ന മിഥിലയിലേക്ക് നീ പോകൂ. ശ്ലോകം 46. സതേ മോഹം മഹാഭാഗ നാശയിഷ്യതി ഭൂപതി ജനകോ നാമ ധർമാത്മാ വിദേഹ സത്യസാഗര. മഹാഭാഗ, ജനകനെന്നു പേരുള്ള ധർമാത്മാവും സത്യസാഗരനുമായ വിദേഹ രാജാവ് നിന്റെ അജ്ഞാനത്തെ നീക്കിത്തരും. ശ്ലോകം 47. തം ഗിത്വാ നൃപതിം പുത്ര സന്ദേഹം സ്വം നിവർത്തയ വർണ്ണാശ്രമാണാം ധർമാസ്ത്വം പൃച്ഛ പുത്ര യഥാ തഥം. ആ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ സംശയം പരിഹരിക്കുക. വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് മകനെ, നിനക്കെന്തെല്ലാം അറിയണോ അവയെല്ലാം വേണ്ട പോലെ ചോദിച്ചറിയുക. ശ്ലോകം 48. ജീവൻ മുക്ത സ രാജർഷിർ ബ്രഹ്മജ്ഞാനമതിശുചി തഥ ഭക്താദിശന്തച്ഛ യോഗീ യോഗപ്രിയ സദാ. ആ രാജർഷി ജീവൻ മുക്തനും ബ്രഹ്മജ്ഞാനിയും ശുദ്ധചിത്തനും സത്യവാക്കും അതിശാന്തനും യോഗിയും യോഗപ്രിയനുമാണ് എപ്പോഴും. 48 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. 16-ാം അധ്യായത്തിലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.